അതെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യൻസ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്തിമ വിധി തനത് വിധി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ പറയണു ലാസ്റ്റാണ് ഇതൊക്കെ വരിക, അവസാന ദിവസം എന്നൊക്കെ. അപ്പോൾ അതുവരെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കും? അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മളാരും കണ്ടിട്ടില്ല. അതൊക്കെ നമ്മുടെ ഭാവനയിൽ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചിട്ടൊന്ന് അച്ഛനൊന്ന് പറഞ്ഞുതരാമോ? ഓക്കെ. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് സ്തുതീകരണ സ്ഥലമാണോ അവസ്ഥയാണോ എന്ന് ദൈവശാസ്ത്രജ്ഞരുടെ ഇടയിൽ തന്നെ വലിയ ഒരു ചർച്ചാ വിഷയമാണ്. പൗരസ്ത്യ ചിന്താഗതി അനുസരിച്ച് അത് ഒരവസ്ഥയാണെന്നും വെസ്റ്റേൺ ചിന്താഗതി അനുസരിച്ച് അത് ഒരു സ്ഥലമാണെന്നൊക്കെ പറയുന്ന രണ്ട് സ്കൂൾ ഓഫ് തോട്ടുണ്ട്, രണ്ട് തരത്തിൽ ചിന്തിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അത് സ്ഥലമായാലും അവസ്ഥയായാലും നമ്മൾ രണ്ടും ഇത് കണ്ടിട്ടില്ലാത്തത് കൊണ്ടും അത് എന്താ പറയുന്നത് ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ആശയമായതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് തർക്കിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്. ശുദ്ധീകരണ സ്ഥലം ചില ആളുകളെങ്കിലും വിചാരിക്കുന്നത് ആര് മരിച്ചാലും ആദ്യം ഒരു എൻട്രൻസ് ടെസ്റ്റ് പോലെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥനയും നന്നായിട്ട് എന്താ പറയണേ പ്രാശ്ചിത്വമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവന് പറ്റുന്നവനാണെങ്കിൽ തിരഞ്ഞെടുത്ത് സ്വർഗത്തേക്ക് കയറ്റും, അല്ലാത്തവനൊക്കെ നരകത്തെ വിടും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഏതാൾ മരിച്ചാലും അവന് എന്താണ് ആദ്യം ഒരു എൻട്രൻസ് ടെസ്റ്റ്, ശുദ്ധീകരണ സ്ഥലം, പിന്നെ പ്രാർത്ഥനയുടെ അളവനുസരിച്ചും ഇതൊക്കെ അനുസരിച്ച് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ളവർ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പഠനമനുസരിച്ച് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ആ അവസ്ഥ അല്ലെങ്കിൽ ആ സംഭവം ഈ ഓൺലി ഫോർ ക്രിസ്ത്യൻസാണ്. ക്രിസ്ത്യൻസ് തന്നെ മാമോദീസ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ പാപം ചെയ്തു കഴിയുമ്പോൾ, പാപം ചെയ്യുന്നതിന് രണ്ട് കോൺസിക്വൻസ് ഉണ്ട്. ഒന്ന്, സ്വർഗം നഷ്ടപ്പെടുത്തുന്നു, നരകത്തിന് അർഹനായിത്തീരുന്നു. രണ്ട്, ആ പാപത്തിൻ്റെ പരിണത ഫലങ്ങളുണ്ട്. പാപത്തിന് പരിണത ഫലങ്ങളുണ്ട്. ഏതൊക്കെയാണ് പാപത്തിൻ്റെ പരിണത ഫലങ്ങൾ? അതിൻ്റെ കോൺസിക്വൻസസ് ഓഫ് സിൻ എന്ന് പറയും. അത് ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിന് നമ്മൾ സാധാരണഗതിയിൽ പറയുക പാപക്കറകളും കടങ്ങളും എന്ന് പറയുക. പാപക്കറകളും കടങ്ങളും. നമ്മൾ തുണി കറ പറ്റിക്കഴിഞ്ഞാൽ അത് കഴുകിയോണ്ട്, വസ്ത്രം കഴുകിയോണ്ട് കറ പോകണം നിർബന്ധമില്ല. അതുപോലെയാണ് കുമ്പസാരത്തിലെന്ന് ഒരു കമ്പാരിസൺ പറയാറുണ്ട്. എന്താണത്? കുമ്പസാരത്തിൽ നമ്മൾ അനുതപിച്ച് കുമ്പസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു, നമ്മൾ സ്വർഗത്തിന് അർഹനായിത്തീരുന്നു. നഷ്ടപ്പെട്ട സ്വർഗം നമുക്ക് കിട്ടുന്നു. അതാണ് മനസ്താപരണത്തിന് നമ്മൾ ചൊല്ലുന്നില്ലേ, സ്വർഗത്തിന് നഷ്ടപ്പെടുന്ന അർഹനായിത്തീരുന്നതിനാലും. അപ്പോൾ കുമ്പസാരം കഴിയുമ്പോൾ നമ്മൾ സ്വർഗത്തിന് അർഹനായിത്തീരുന്നു. പക്ഷേ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഉള്ള പരിശുദ്ധിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാകണം? ആ വ്യക്തിയുടെ പാപക്കറകളും കടങ്ങളും ഇല്ലാതാകണം. അപ്പോൾ ഒരു കുമ്പസാരത്തിന് ശേഷം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കട്ടെടുത്തു, ലെറ്റസ് ഒരു 10,000 രൂപ കട്ടെടുത്ത് നോക്കി. ആ 10,000 രൂപ ഞാൻ കുമ്പസാരത്തിൽ അത് ഏറ്റു പറഞ്ഞു. അപ്പോൾ കാരുണ്യവാനായ ദൈവം ആ പാപം മോചിച്ചു, സ്വർഗത്ത് നിങ്ങൾക്ക് ഗ്യാരണ്ടി തന്നു. പക്ഷേ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്തുണ്ടാവണം? ഇത് റെസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. മനസ്സിലായോ? അതാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അതെന്താണ്? ദൈവം നീതിമാനും കൂടിയാണ്. നീതിമാനായ ദൈവത്തിന് നീതി നടപ്പിലാക്കണം. ഒരാൾക്ക് അത് സാധിക്കാത്തൊരവസ്ഥയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൻ്റെ മനസ്സിലൊരു വിചാരങ്ങളും വേണം. ഇത് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, തിരിച്ചു കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വിചാരമെങ്കിലും മനസ്സിലുണ്ടാകും. അതിന് ന്യായീകരിച്ച് നീതീകരിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ആ പാപം മോചിക്കപ്പെട്ടെങ്കിലും അതിൻ്റെ ബാക്കി അവിടെ കെടുക്കുകയാണ്. കറകളും കടങ്ങളും അവിടെ, കടപ്പാടുകളൊക്കെ അവിടെ കെടുക്കുകയാണ്. രണ്ടാമത്തെ കേസാണ് റിപ്പറേഷൻ. എന്താണ് ഈ റിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സ്ഥലത്ത് കേട് വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യും അല്ലേ? അപ്പോൾ നമ്മളൊരാളെക്കുറിച്ച് ഒരുപാട് അവഖ്യാതി പറഞ്ഞു, തെറ്റായി പല സ്ഥലങ്ങളിലും പോയി സംസാരിച്ചു. ആളുടെ മോറൽ നല്ല പേര്, സൽപ്പേരിന് നമ്മൾ കളങ്കം വരുത്തി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പോയി കുമ്പസാരിച്ചു. എന്താ പോയി കുമ്പസാരിക്കുന്നത്? നമ്മൾ പോയി പറഞ്ഞു, വെച്ചാൽ ഞാൻ ഇങ്ങനെ ആളുകളെക്കുറിച്ച് ഇത് പറഞ്ഞു, അതുകൊണ്ട് പാപമോചനം നടക്കും, ദൈവം കാരുണ്യവാനാണ്, പാപം മോചിക്കും. പക്ഷെ അതേസമയം എന്ത് സംഭവിക്കും? അതേസമയം തന്നെ ഈ ആളുടെ സൽപ്പേര് നന്നാവില്ല.
നമ്മൾ ആ നഷ്ടപ്പെട്ട ആ സൽപ്പേരിനെ തിരിച്ച് പിടിക്കേണ്ട നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, ആത്മീയമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ കുമ്പസാരത്തിന് ശേഷം അല്ലെങ്കിൽ കുമ്പസാരത്തിന് മുൻപ് ചെന്ന് നമ്മൾ ആരുടെ അടുത്തൊക്കെ ആളെക്കുറിച്ച് അവഖ്യാതി പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ പോയി പറയണം, എന്തെന്ന് റിപ്പയർ ചെയ്യണം, നഷ്ടപ്പെട്ട സൽപ്പേരിനെ ഇവിടെ റിപ്പയർ ചെയ്യണമെന്ന്. എനിക്ക് തെറ്റ് പറ്റിയതാണ്, ഞാൻ തെറ്റിദ്ധാരണയുടെ പേരിൽ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് അതിനെ സൽപ്പേരിനെ വീണ്ടെടുക്കണം. റിപ്പയർ എന്താണ് ഡാമേജ് കോസ്റ്റ്, അത് നമ്മൾ റിപ്പയർ ചെയ്യണം. അത് നേരത്തെ പറഞ്ഞ റെസ്റ്റിറ്റ്യൂഷനാണ്, തിരിച്ചു കൊടുക്കണം. അത് രണ്ടും ഈ പാപക്കറകളും കടങ്ങളും എന്നുള്ള കാറ്റഗറി പെടുന്നതാണ്. മൂന്നാമത്തേത് റിക്കൺസിലിയേഷൻ എന്ന് പറയും. റിക്കൺസിലിയേഷൻ എന്താണ്? നമ്മൾ ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടികൂടി തല്ലുകൂടി ബഹളം ഉണ്ടാക്കിയൊക്കെ പറഞ്ഞു, എന്നിട്ട് പോയി കുമ്പസാരിച്ചു, പാപം മോചിക്കപ്പെട്ടു, തീർച്ചയായിട്ടും മോചിക്കപ്പെട്ടു, നോ പ്രോബ്ലം. പക്ഷേ ആ മോചിക്കപ്പെട്ട പാപം അതിൻ്റെ പൂർണ്ണതയിൽ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പോയി ക്ഷമ ചോദിക്കേണ്ടവരോട് ചോദിക്കണം, ക്ഷമ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുമ്പസാരത്തിന് ശേഷം നടക്കേണ്ട ഒരു ശുദ്ധീകരണ പ്രക്രിയയുണ്ട്, പർഗേഷൻ ഓഫ് ദ സോൾ എന്ന് പറയും, പർഗേഷൻ ഓഫ് ദ സോൾ. അപ്പം അത് നടക്കാതെ വരുമ്പോഴാണ്, അത് നടക്കുന്നതിന് മുൻപ് ഒരാൾ മരിച്ചു എന്നുണ്ടെങ്കിൽ ആ ആത്മാവിനെ സഹായിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതെന്താണ് ഈ പ്രാർത്ഥന എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും നമ്മളൊക്കെ ഒരേ ശരീരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ കാലുമൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് കൈകൊണ്ടാണത് വൃത്തിയാക്കി അവിടെ മരുന്ന് വയ്ക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ആവശ്യമുണ്ട്. കാരണം അവർക്ക് പ്രാർത്ഥനയോ പ്രായശ്ചിത്തോ ചെയ്യാൻ സാധിക്കുകയില്ല, എന്നാൽ അവർക്ക് സ്വർഗത്തിലേക്കുള്ള എൻട്രി ഉറപ്പാണ് താനും. കാരണം അവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ വിശുദ്ധീകരണം മാത്രമേ ഇനി ആവശ്യമുള്ളൂ. സ്വർഗത്തിലെത്താനുള്ള ഒരു പ്യൂരിഫിക്കേഷൻ, പർഗേഷനെ ആവശ്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കാലുമേ കൈ കൊണ്ട് വെച്ച് കെട്ടുന്നത് പോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു സാധാരണഗതി. അപ്പോൾ നമ്മൾ വേറൊരു ചോദ്യം സാധാരണ ചോദിക്കാറുണ്ട്, അപ്പോൾ ഈ മറ്റ് ഹിന്ദുക്കളും മുസ്ലിംസും അവിശ്വാസികളൊക്കെ ആയിട്ടുള്ള ആൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണോ? അവരെക്കുറിച്ചുള്ള ഒരു കാര്യം ഇപ്രകാരമാണ്. സഭയുടെ പ്രത്യേകിച്ചും ലൂമൻ ജെൻസിയും വത്തിക്കാൻ കൗൺസിൽ ലൂമൻ ജെൻസിൻ്റെ രേഖയിൽ 15, 16, 17 പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതായത് ഈശോയുടെ തങ്ങളുടേതായിട്ടുള്ള കാരണത്താലല്ലാതെ ഞാൻ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, എനിക്കറിയാൻ സാധിച്ചില്ല, അങ്ങനെയുള്ള ആൾക്കാർ രക്ഷപ്പെടുന്ന വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ആരാണ് രക്ഷപ്പെടുക? ഈ സ്വന്തം മനസാക്ഷിയെ ഫോളോ ചെയ്യുന്ന ആളുകൾ. അതായത് വിശ്വാസമൊന്നുമില്ല, അതേസമയം അവർ നന്മയെയും നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവാന്വേഷികളായിട്ടുള്ള അല്ലെങ്കിൽ നന്മയെ അന്വേഷിക്കുന്ന സെർച്ചേഴ്സ് അന്വേഷിക്കുന്നവരുണ്ട്. അപ്പോൾ ആ സീക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ രക്ഷപ്രാപിക്കും. കാരണം എന്താണ്? അവരവരുടെ കോൺഷ്യൻസിനെയാണ്, അവരവരുടെ മനസാക്ഷിയെ ഫോളോ ചെയ്യുന്നവരാണ്. പിന്നെ ചിലരുണ്ട് ഈശോയെ അറിയാം പക്ഷേ കൺവിക്ഷൻ ആയിട്ടില്ല. മഹാത്മാഗാന്ധി ഫോർ എക്സാമ്പിൾ, ഏകരക്ഷകൻ എന്ന് വിശ്വസിക്കാൻ മാത്രമുള്ളൊരു വിശ്വാസം മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഞാൻ പേരെടുത്ത് പറയാൻ കാരണം അദ്ദേഹം ഈശോയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ബൈബിൾ കൊണ്ടു നടന്നിരുന്ന ആളാണ്, അഷ്ടസൗഭാഗ്യങ്ങൾ ജീവിച്ചിരുന്ന ആളാണ്. പക്ഷേ ഈശോ ആണ് ഏകരക്ഷകൻ എന്ന് പറയാനുള്ള അത്രയും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആൾ നരകത്തിൽ പോവില്ല. മറിച്ച് എന്താണ്? അവരുടെ കൺവിക്ഷനിലേക്ക് എത്തിയിട്ടില്ല, ഫെയ്ത്ത് കൺവിക്ഷനിലേക്ക് എത്തിയിട്ടില്ല. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, അതിൽ എത്താനായിട്ട് ഇനിയും സമയമെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ രക്ഷപ്രാപിക്കും എന്നുള്ളതാണ് സഭയുടെ പഠനം. എന്നാൽ ഈശോ ആണ് ഏകരക്ഷകൻ എന്ന് അറിയുകയും മാമോദിസ സ്വീകരിക്കണം എന്നുള്ള കാര്യമൊക്കെ എല്ലാം അറിഞ്ഞതിന് ശേഷം അത് ബോധപൂർവം നിഷേധിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും രക്ഷ പ്രാപിക്കുകയില്ല. അതാണ് സഭയുടെ ഒരു. പിന്നെ രക്ഷ പ്രാപിക്കാത്ത ആളുകളെ കുറിച്ച് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. മാമോദിസ സ്വീകരിക്കുകയും മാമോദിസയുടെ രീതിയിൽ അല്ലെങ്കിൽ വിശ്വാസം ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവർ രക്ഷ പ്രാപിക്കുകയില്ലെന്ന് തന്നെ വത്തിക്കാൻ കൗൺസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഞാനിത് വളരെ വേഗത്തിലും പെട്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ടെർമിനോളജികൾ ഉപയോഗിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മറ്റുള്ളവർക്ക് ദൈവം തൻ്റേതായിട്ടുള്ള രീതിയിൽ അവരെ രക്ഷിക്കും. പക്ഷേ വിശ്വാസിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ മാമോദിസ സ്വീകരിച്ചതിന് ശേഷം കുമ്പസാരത്തിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ റെസ്റ്റിറ്റ്യൂഷനും റിപ്പറേഷനും റിക്കൺസിലിയേഷനും നടത്തിയിട്ടില്ലെങ്കിൽ ആ ബാക്കി നിൽക്കുന്ന കടങ്ങളും കറകളും മായ്ക്കപ്പെടാനായിട്ട് അല്ലെങ്കിൽ നീക്കപ്പെടാനായിട്ട് ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും ചെയ്യപ്പെടണം. അത് മരിച്ചു കഴിഞ്ഞ ആൾക്ക് അത് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു?
കാലിനെ ശുശ്രൂഷിക്കുന്നത് പോലെ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ പാപക്കറകളിൽ നിന്നും കടങ്ങളിൽ നിന്നും അവരെ ശുദ്ധീകരിച്ച് അവരെ സ്വർഗത്തിലേക്കുള്ള കാര്യം തയ്യാറാക്കുന്നു. ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഏകദേശ രൂപം. ഇത് വലിയൊരു മണിക്കൂറുകളെടുത്ത് പറയേണ്ട കാര്യമുള്ള ചുരുക്കി പറയുന്നതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു രൂപം അതിന് കിട്ടിയിരുന്നു വരികയില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം.